ശോച്യാവസ്ഥയിലുള്ള കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പുതിയ മുഖം നൽകാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എവിടെ വരെയായിട്ടുണ്ട്? പണി ആരംഭിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ AS കിട്ടും. MLA ഫണ്ടിൽ നിന്നും 5 കോടിയും സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും 10 കോടിയും, അങ്ങനെ 15 കോടി രൂപയ്ക്കാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം അപ്രൂവ് ചെയ്തു. എല്ലാം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനകം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം, പണി തുടങ്ങണമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാരേജ് നിൽക്കുന്ന സ്ഥലത്തല്ലേ പുതിയ ബസ് സ്റ്റാൻഡ്? പുതിയ കാര്യം ഞാൻ ഇവിടെ 9 കൊല്ലമായി, 9.5 കൊല്ലമായി. അപ്പോൾ വന്നന്ന് മുതൽ തന്നെ നമ്മൾ കണ്ടു വളർന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ എന്ന് നിങ്ങൾ പറയുന്നത് 100% സത്യവുമാണ്. പലതരത്തിലും അത് MLA ഫണ്ട് ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ചെറിയ തടസ്സമായിട്ട് നിന്നത് അതിനേക്കാൾ വലിയൊരു പ്രോഗ്രാമായിരുന്നു അന്ന് മുതൽ ഇട്ട് വച്ചിരുന്നത്. 100 കോടി രൂപയുടെ. ഒന്നാമത് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. അപ്പോൾ ഒരു വലിയ കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, തിയേറ്റർ കോംപ്ലക്സ്, അതിനോടൊപ്പം തന്നെ ഹോട്ടല്, അതിനോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് എല്ലാം കൂടെ ചെന്നിട്ട് വേറൊരു വലിയൊരു ടൗൺഷിപ്പ് പോലെ ആക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെൻറ്റിന്. അപ്പോൾ അതിങ്ങനെ മാറ്റി അവസാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി ഉണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണെങ്കിലും ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും രണ്ടുപേരും കൊല്ലത്തിന് വളരെ ശ്രദ്ധാപൂർവം ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉള്ള ബസ് സ്റ്റാൻഡ് പരിസരത്ത് പബ്ലിക് പ്രൈവറ്റ് സംയുക്ത സംരംഭമായിട്ടുള്ള ഒരു പദ്ധതി വരുന്നുണ്ടല്ലോ, അതിൻ്റെ നടപടി എന്തെങ്കിലും ആയിട്ടുണ്ടോ? തൽക്കാലം അതുണ്ട്. ഒരു കാരണവശാലും ഇല്ലാതെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലവും ഇത്രയും ഹൃദയഭാഗം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള വെറുതെ ഇടാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും വന്നിരിക്കും. എന്തായാലും യാത്രക്കാരായിട്ടുള്ള ആൾക്കാരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ തീരാൻ പോവുകയാണ്. അടിയന്തരമായി തന്നെ നമ്മുടെ കൊല്ലത്തെ പുതിയൊരു KSRTC ബസ് സ്റ്റാൻഡ് 15 കോടി രൂപ മുടക്കി 5 കോടി രൂപ സ്ഥലം MLA M. മുകേഷിൻ്റെ ഫണ്ടിൽ നിന്നും 10 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നടപടിയിലേക്ക്, അതിൻ്റെ ഭരണാനുമതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.